നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് വന്ന ഈ അരാജകത്വം ജനങ്ങൾ പലതവണ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസും UDF-ഉം അടക്കമുള്ള ആളുകൾ പല ആവർത്തി സമരത്തിന്റെ പരമ്പരകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതൊന്നും കണ്ടില്ലെന്ന് വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ MLA-യോ പ്രതിപക്ഷ നേതാവോ ഒന്നും തന്നെയല്ല, ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ട PV അൻവർ എന്ന് പറയുന്ന ഒരു MLA ആണ് ഈ സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള, നേരത്തെ ഇവിടെ ശ്രീ ജയ്സൽ വിധേയത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും വിലകൽപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട പോലീസിന്റെ ആ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത തസ്തിയിൽപ്പെട്ട DGP അടക്കമുള്ള ADGP അടക്കമുള്ള പോലീസിന്റെ ഉന്നത റാങ്കിൽപ്പെട്ട ആളുകൾ അവർ കാട്ടിക്കൊട്ടുന്ന ഓരോ വിക്രിയകൾ ഈ ജനാധിപത്യ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ PV അൻവർ എന്ന് പറഞ്ഞ MLA ADGP ഒരാളെ കൊല്ലാൻ കൂട്ടുനിന്നു, അല്ലെങ്കിൽ കൊലയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് അദ്ദേഹം ആധികാരികമായി തന്നെ പറഞ്ഞത്. ഞാനൊരു സഖാവ് നിലയ്ക്ക്, അദ്ദേഹം പറയുന്ന വാക്കുകളാണ്, ഞാനൊരു സഖാവ് നിലയ്ക്ക്, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സഖാവ് നിലയ്ക്കാണ് സഖാവ് പിണറായി വിജയനോട് ഞാൻ ഈ കാര്യം പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സഖാവ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ വീര്യം, നമുക്കറിയാം, ആ വാക്കുകളിൽ ഉണ്ടായിട്ടുള്ള വീര്യം നമുക്കറിയാം. അപ്പൊ ഈ സഖാക്കന്മാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ആ സഖാവ് ഈ മേലാളനായിട്ടുള്ള സഖാവിനെ ബോധിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ജനങ്ങളിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതുപോലെ തന്നെ പറയുന്നു, ആ അഭിജിത്ത് എന്ന് പറയുന്ന ADGP അഴിമതി നടത്തിക്കൊണ്ട് 12,000 സ്ക്വയർ ഫീറ്റ്, അതായത് 70 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ 12 സെന്റ് സ്ഥലം വാങ്ങിക്കൂട്ടിയത്. 70 ലക്ഷം രൂപ സെന്റിന്. അങ്ങനെ 12,000 സ്ക്വയർ ഫീറ്റ് വീടും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്രയും വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങുന്നതും ഇത്രയും വലിയ തുകയ്ക്ക് വീട് വയ്ക്കുന്നതും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാത്തിലും അഴിമതിയും അതുപോലെ തന്നെ കെടുങ്കാര്യസ്ഥതയും അതുപോലെ തന്നെയുള്ള ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള നമ്മുടെ കോൺഗ്രസ് പല ആവർത്തി, ഇന്നത്തെ TV-യിൽ നമ്മൾ കണ്ടു, അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്റെ തല തല്ലിപ്പൊളിക്കുന്ന തരത്തിലുള്ള സമരമാർഗങ്ങൾ. അങ്ങനെ സമരത്തിന്റെ, നമുക്കറിയാം, CPM-ന്റെ നേതൃത്വത്തിലുള്ള DYFI എന്ന് പറഞ്ഞ യുവജന സംഘടനയുണ്ട്. എന്തിനും ഏതിനും കൊടിയെടുത്തുകൊണ്ട് വടിയെടുത്തുകൊണ്ട് സമരാഭാസവുമായി മുന്നിട്ടിറങ്ങി ഈ നഗരത്തെ, അല്ലെങ്കിൽ ഈ നമ്മുടെ പൊതു തെരുവിനെ യുദ്ധക്കളമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമരമാർഗങ്ങൾ പലാവർത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ DYFI അല്ലെങ്കിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒന്നിനും അവർ ഒരു തരത്തിൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാത്ത ഒരു നിർവികാരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് യുവജന സംഘടനകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ ജനാധിപത്യ മക്കളെ അസോസിയേഷൻ അടക്കമുള്ള സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരഭടന്മാർ തെരുവിലിറങ്ങി ഈ സർക്കാരിനെ തെറ്റുതിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ ഭരണത്തിന്റെ വൈകല്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട്, ജനമതത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമരത്തിന്റെ ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സഖാവിനെ കൊന്നിട്ട് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം പാർട്ടി മന്ദിരങ്ങളിൽ അപേക്ഷ കൊടുക്കുകയും അത് എടുക്കാതെ വന്നപ്പോൾ അയാൾ പത്രസമ്മേളനം നടത്തുകയും P ശശിയും ADGP അജിത് കുമാറും തമ്മിലുള്ള ബന്ധങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തിട്ട് ഇതുവരെയും ഒരു അന്വേഷണത്തിന് പോലും മുൻകൈയെടുക്കാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രതിഷേധ മാർച്ചുമായി കറുകുറ്റിയുടെ വിരിമാറിൽ നമ്മൾ സമരമുറ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എബിൻ വർക്കി എന്ന് പറയുന്ന ആളുടെ തല തല്ലിപ്പൊളിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ മേഖലകളിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുഴുവൻ സമരം നയിക്കുന്നവരെയെല്ലാം ഒരു സമയത്ത് അടിച്ചമർത്തിയ ആ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന പിണറായി വിജയൻ എന്തിനും മടിക്കില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും ഇത് ഈ രാജ്യത്തിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ലക്ഷ്യം നേടുന്നതുവരെ ഏത് തരത്തിലുള്ള മാർഗം സ്വീകരിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കുമെന്ന ഉറച്ച ശബ്ദത്തിന്റെ ഭാഗമായിട്ടാണ് KSUം യൂത്ത് കോൺഗ്രസും ഈ ADGP അജിത് കുമാറിനെ പുറത്താക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മാതൃകാപരമായി ശിക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, കള്ളന് തന്നെ കാവൽക്കാരനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പങ്കുള്ളത് കൊണ്ടാണ് PV അൻവർ പോലെയുള്ള ഒരു MLA പറഞ്ഞിട്ട് പോലും
ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ കൂട്ടാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹേമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവർ 5-6 വർഷമായിട്ട് പൂഴ്ത്തിവെക്കുന്ന ഓരോ പരിപാടികൾ പുറത്തേക്ക് വന്നപ്പോൾ ഇന്ന് അത് കോടതി ഏറ്റെടുത്തിട്ടുണ്ട്. നേരിട്ട് കാര്യങ്ങൾ ഹാജരാക്കി കോടതി വനിതാ ജഡ്ജിനെ വെച്ച് ഇന്ന് കോടതി അത് എന്തൊക്കെയാണ് ഹേമ റിപ്പോർട്ട് എന്ന് പരിശോധിക്കാനും അതുമനുസരിച്ച് തീരുമാനമെടുക്കാൻ പാർട്ടി ഇത്ര നാളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അത് അന്വേഷിക്കാനായിട്ട് റിപ്പോർട്ട് ഏറെ വെച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ദിലീപുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടിയിട്ട് എത്രയോ കേസുകൾ തീരാറായി. വർഷങ്ങൾ തീർന്നിട്ട് ഹേമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എങ്ങനെയോ ആരുടെയോ പ്രഷർ കൊണ്ടോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ അത് പാർട്ടി തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞ് വിജയക്കാകളം മുഴക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരോട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഹേമ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് തക്കതായ പ്രതികരണം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടതി ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സിനിമാ മേഖലയിലുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്താനും നമുക്കറിയാം മുകേഷ് പോലെയുള്ള MLA-മാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ സംഘടനയിലെ മുഴുവൻ ആളുകളും അത് രാജിവെച്ചു. പക്ഷേ മുകേഷിന് മാത്രം രാജിയില്ല. എന്താണ് ഒരു പന്തലിൽ 2 വിളംബരമായിട്ട് പോകുന്ന അവർ എല്ലാവരും രാജിവെക്കാൻ പറഞ്ഞു. പക്ഷേ മുകേഷിന്റെ ഈ കമ്മിറ്റിയിലുണ്ട്. ഈ കമ്മിറ്റിയിലുള്ള ആളുമായിട്ട് പോലും അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാനുള്ള ധൈര്യമോ ഈ പറയുന്ന പരാതിക്കാരനെ PV അൻവറിനോട് 2 ശബ്ദമുയർത്തി പറയാനുള്ള തന്റെ ഇടമും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അദ്ദേഹം ഇതിനോട് ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങി PV അൻവറോട് വെച്ചു മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എലിയെ പോലെയാണല്ലോ താങ്കളെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ PV അൻവർ പറഞ്ഞത് വീട്ടിലുള്ള എലി ഒരു ശല്യക്കാരനാണ്, എത്രയും അത്രയും പെട്ടെന്ന് അത് വെറുതെ ഇരിക്കില്ല എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പി ശശിയെ പോലെയുള്ള ADGP അജിത് കുമാറിനെ പോലെയുള്ളവരെ ശിക്ഷിക്കുക മാത്രമല്ല അവരുടെ സ്വത്ത് കണ്ടെത്താനും ബഹുമാനപ്പെട്ട KP അയ്യപ്പ സൂചിപ്പിച്ചതുപോലെ അവർ അനധികൃതമായി അഴിമതിയിലൂടെ കണ്ടെത്തിയ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവർക്കെതിരെ നടപടിയെടുക്കാനും ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തര വകുപ്പിലുണ്ടായ ഇത്തരത്തിൽ ഈ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം അത്തരം ADGP അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കൊലപാതകവും അഴിമതി നടത്താനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൂട്ടുനിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സംസ്ഥാനത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. സംസ്ഥാനത്ത് തികച്ച പരാജയമാണ്, ഒരു കൊള്ള സംഘമാണ് ഈ ക്രമസമാധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അഡീഷണൽ ADGP അടക്കം നേതൃത്വം കൊടുക്കുന്ന ഈ പോലീസ് സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും കൊലപാതക ശ്രമം അങ്ങനെ നിരവധിയായ ഈ രാജ്യത്ത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കുറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനമായി കേരള സംസ്ഥാനത്തെ പോലീസ് മാറിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന് ഈ ബഹുമാനപ്പെട്ട MLA സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്. P ശശി എന്ന് പറയുന്ന വ്യക്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു. നമുക്കറിയാം മുൻകാലങ്ങളിൽ P ശശി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് CPM-ന്റെ ഒരു സഖാവ് തന്നെ പരാതി കൊടുത്ത് സ്ത്രീ പീഡനത്തിന് പരാതി കൊടുത്ത് പാർട്ടി അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ P ശശിയെ വീണ്ടും ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തൊട്ട് വലതുഭാഗത്തിരുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കള്ളക്കടത്തുകാർക്കും സ്വർണം കള്ളക്കടത്തുകാർക്കും അതുപോലെ നിരവധിയായ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ. നാം എല്ലാവരും വിചാരിച്ചത് ഈ അൻവർ എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-യുടെ ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ ഈ പറയുന്ന കുറ്റാരോപിതരായിട്ടുള്ള ADGP-യെയും SP-യെയും മാറ്റി നിർത്തി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം വളരെ ജനങ്ങളെ കബളിപ്പിക്കുന്ന വ്യാപക ഒരു തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ മുഖ്യമന്ത്രി ഉത്തരവിട്ടെന്നുള്ളത് വളരെ ദയനീയമാണ്. നമുക്കറിയാം ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്നു മുതൽ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ യൂത്ത് കോൺഗ്രസും UDF അടക്കമുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായ സമരങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലാ സ്ഥാനത്തിലും സെക്രട്ടേറിയറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം വളരെ ദയനീയമായ രീതിയിൽ ക്രൂരമായി സമരങ്ങൾ അടിച്ചമർത്തുകയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കിയെ തലയിലടിച്ച് ഗുരുതരമായ പരിക്കുകളോടെ ഇവിടെ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ സമരം നടത്തി, എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരം നടത്തി. ആ പ്രകോപനമില്ലാതെ പോലീസ് സമരങ്ങൾ അടിച്ചൊതുക്കിയാണ്. ഈ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് വരെ സമരം ശക്തമാക്കും.